നമസ്കാരം, വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. സ്വാഗതം സർ. അരും കൊലകളുടെയും അതുപോലെ തന്നെ കൂട്ടക്കൊലകളുടെയും ഒക്കെ ഒരു നാടായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങളില്ല, പ്രണയമില്ല, സൗഹൃദങ്ങളില്ല, ഒന്നുമില്ല. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ കാണുന്നത്? കേരളത്തിന്റെ മനസാക്ഷി ഓരോ ദിവസവും മരവിപ്പിച്ചു പോകുന്ന സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പണ്ടും നമ്മുടെ നാട്ടിൽ എന്തുണ്ട്, അക്രമ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് എന്താണ്, പ്രാകൃതമായ രീതിയിൽ അല്ലെങ്കിൽ എന്താണ് ഒരു വളരെ ബ്രൂട്ടണായിട്ടുള്ള കൊലപാതക പരമ്പരകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2025 മാത്രം നമ്മൾ പരിശോധിച്ച സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ 2025 തുടക്കം കുറിച്ച ശേഷം നമ്മൾ ഇന്നലെ വരെ നോക്കുന്ന ഈ അവസാനത്തെ വെഞ്ഞാറമൂടിലേക്ക് എത്തിപ്പെടുമ്പോൾ എത്ര കൊലപാതകങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത് ആരൊക്കെയാണ്? ഒന്നുകിൽ സുഹൃത്ത് എന്ത് ചെയ്യുന്നു, സുഹൃത്തിനെ കൊല്ലുന്നു, അല്ലെങ്കിൽ വീട്ടിലുള്ള ആളിനെ എന്ത് ചെയ്യുന്നു, മകൻ എന്ത് ചെയ്യുന്നു, അച്ഛനെ കൊലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ എന്താണ് അമ്മയെ കൊലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹത്തിലേക്ക് ഇറങ്ങി അത് ചെറിയ വൈരാഗ്യത്തിൻ്റെ പേരിൽ വീടിൻ്റെ അടുത്തുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു, കൊലപ്പെടുത്തുന്നു. അപ്പോൾ ഈ കൊലപാതകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നേരത്തെ ആണെങ്കിലും ഇപ്പോൾ ഒരാൾ പരസ്പര സംഘർഷത്തിൽ എന്ത് ചെയ്യുന്നു, പലപ്പോഴും കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് എന്താണ്, ഒരാൾ തന്നെ 4-5 ആളുകളെ എന്ത് ചെയ്യുകയാണ്, ക്രൂരമായി കൊലപാതകം ചെയ്യുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, സിനിമാ സ്റ്റൈലിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി എന്ത് ചെയ്യുന്നു, വലിയ എന്തോ വീരകൃത്യം ചെയ്ത രീതിയിൽ എന്ത് ചെയ്യുന്നു, ജയിലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പോലീസ് കൃത്യങ്ങളിലേക്ക് പോകുന്നു, പോലീസ് ജീപ്പുകളിലേക്ക് പോയി ആളുകളെ കൈകാട്ടി കാണിക്കുന്ന ഒരു പ്രാകൃതമായ ഒരു സമൂഹമായി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മനുഷ്യനെ, അതായത് ഇവിടെ കേരളത്തിൽ സ്വൈര്യമായി ജീവിക്കാൻ അല്ലെങ്കിൽ സ്വസ്ഥമായി ജീവിക്കാൻ, നമുക്കറിയാം നമ്മുടെ നാടെന്ന് പറയുമ്പം മറ്റ് പല പ്രദേശങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന അക്രമങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പത്രങ്ങളിലൂടെ വായിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ലോകത്തിന്റെ വിവിധ കോണുകളിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടായപ്പോൾ അതിനെതിരെ മെഴുകുതിരി എന്ത് ചെയ്തിട്ടുണ്ട്, കത്തിച്ച് പ്രതിഷേധിച്ചിട്ടുണ്ട്. ആ നാട്ടിലാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്, ഇത്തരം പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നത്, അരങ്ങ് തകർത്ത് എന്ത് ചെയ്യുന്നത്, നടമാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ എന്താണ് നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ യുവതലമുറ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഈ കൊലപാതകങ്ങളിലൊക്കെ കൊല്ലപ്പെടുന്നത് ഒന്നെങ്കിൽ എന്താണ്, ചെറുപ്പക്കാരാണ് കൊല്ലപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിഭാഗത്തേക്ക് വരുന്നത് ആരാണ്, ചെറുപ്പക്കാരാണ് വരുന്നത്. അപ്പോൾ ഒരു യുവതലമുറ തന്നെ നമ്മുടെ ഒരു ഈ പറയുന്ന സാമൂഹിക അന്തരീക്ഷം നമ്മുടെ യുവതലമുറയെ എങ്ങോട്ടാണ് കൊണ്ടെത്തിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ദിശാബോധത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നതെന്ന അപകടകരമായ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ നമ്മുടെ പൊതുസമൂഹവും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങളും ഒക്കെ തന്നെ വളരെ ജാഗ്രതയോടുകൂടി നിൽക്കണമെന്നാണ് ഈ കാര്യത്തിൽ പറയാൻ ആദ്യം തന്നെ ഉള്ളത്. വളരെ ചെറിയ കുട്ടികൾ പോലും ഇതിനകത്തുണ്ട്. ഒരു ഏജ്, ഒരു 14 വയസ്സുള്ള കുട്ടിയാണ് കുത്തിക്കൊല്ലപ്പെട്ടത്, അനിയനാണ്. അതാണ് മറ്റൊരു കാര്യം. അപ്പൊ നമ്മൾ കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ ഒരു കുടുംബത്തിൽ അതേ രക്തബന്ധത്തിലുള്ള ആളിനെയാണ് കൊലപ്പെടുത്തുന്നത്. സ്വന്തം അമ്മയെ, അതായത് ഈ പറയുന്ന ജന്മം നൽകിയ അമ്മയെ ക്രൂരമായി തലക്കടിച്ചിട്ട് അമ്മയുടെ ജീവന്റെ ആയുസ് കൊണ്ട് ഇതുവരെ മരണപ്പെട്ടിട്ടില്ല, ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. അതിനുശേഷമാണ് അമ്മയെ ഈ പറയുന്ന രീതിയിൽ ക്രൂരമായി കൊലപാതകം, അതും എന്തൊരു ബ്രൂട്ടലായിട്ടാണ്, ചുറ്റികയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ തലയിൽ ചുറ്റിക വെച്ചാണ് അടിക്കുന്നത്. അപ്പൊ നമ്മൾ അമേരിക്കയിലും മറ്റ് പല രാജ്യങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു തോക്കുമായി എത്തിയുന്ന ഒരു കൂട്ടക്കുരുതിയൊക്കെ നടത്തുന്ന വാർത്തകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ ബ്രൂട്ടനാണ്. ഒരു ചുറ്റിക വെച്ച് എത്രമാത്രം അടിച്ചാൽ മാത്രമാണ് ഒരാളുടെ തല പൊളിയുക. അപ്പൊ അമ്മയെ കൊലപ്പെടുത്തി ഉള്ള ശ്രമം നടത്തി, അതിനുശേഷം മുത്തശ്ശിയെ പോയി 90 വയസ്സുള്ള മുത്തശ്ശിയെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന അച്ഛൻ്റെ സഹോദരന്മാരെയും അയാളുടെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. കാമുകിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ആ അമ്മ ഈ പറയുന്ന മൃഗീയമായ രീതിയിൽ ഈ പറയുന്ന സാഹചര്യത്തിൽ കിടക്കുന്ന വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാമുകിയെ കൊല്ലുന്നു, അനിയനെ കൊലപ്പെടുത്തുന്നു. ഒരു മനസാക്ഷി മരവിച്ച ഒരാൾക്ക് പോലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ, ഒരു മാനസിക വൈകല്യമുള്ള ഒരാൾക്ക് പോലും ഇത്തരം ക്രൂരമായി എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. ഈ പറയുന്ന 15 കിലോമീറ്റർ ചുറ്റളവിലാണ് എന്ത് ചെയ്യുന്നത്, ഈ 3 കൊലപാതകങ്ങൾ നടക്കുന്നത്. 3 പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ 3 കൊലപാതകങ്ങൾ നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇടയ്ക്കിപ്പോൾ പുറത്തു വരുന്ന വാർത്ത പ്രകാരം അദ്ദേഹം ബാറിൽ കയറി മദ്യം വാങ്ങി അവിടെ വെച്ച് കുടിച്ചു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പാഴ്സലായി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് മർദ്ദിച്ചു. കാരണം എന്താണ്, ഒരു ലഹരിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന മനസാക്ഷിയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്, പരസ്പര വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഒരു ഭാഗത്ത് പറയുന്നു കടം കൊണ്ടാണെന്ന് പറയുന്നു, ഇപ്പോൾ നേരത്തെ പറയുന്നത് എന്താണ്, ഞങ്ങൾ ആത്മഹത്യക്ക് നേരത്തെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നു. എന്തിൻ്റെ പേരിലാണെങ്കിലും
ഇതൊരിക്കലും എന്തല്ല നീതീകരിക്കുവാനോ ന്യായീകരിക്കുവാനോ ഉള്ള സംഭവ വികാസങ്ങളല്ല നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാമ്പത്തിക സാഹചര്യവും അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗവും ഈ കൊലപാതകങ്ങളിലെല്ലാം തന്നെ ഒരു 50% മുകളിൽ നടന്നിരിക്കുന്ന കൊലപാതകങ്ങളെല്ലാം ലഹരി ഒരു കാരണമാണെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇത് സാമൂഹ്യ സാഹചര്യങ്ങളെ ബാധിക്കുന്നത്? നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലത്ത് ലഹരി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രായപൂർത്തിക്ക് ശേഷം ആളുകൾ എന്ത് ചെയ്യുന്നു, ഉന്മാദത്തിന് വേണ്ടി ഉപയോഗിച്ചതായിരുന്നു എങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ എന്താണ്, സുലഭമായി ലഹരി മാറിയിരിക്കുകയാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഇപ്പോൾ നമ്മളറിയാം ചാരായമോ അല്ലെങ്കിൽ മദ്യമോ ഒക്കെ ആയിരുന്നു നമ്മുടെ ഈ പറയുന്ന ലഹരിയായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിഗരറ്റ് ആയിരുന്നു ലഹരി പദാർത്ഥമായി കണക്ക് കൂട്ടിയിരുന്നെങ്കിൽ, ഇന്ന് സിന്തറ്റിക് ഡ്രഗ്സുകളുടെ ഉപയോഗം നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നു. ഈ പറയുന്ന രാസലഹരികൾ, MDMA പോലെയുള്ള ഉന്മാദ ലഹരികൾ ഇന്ന് നമ്മുടെ യുവാക്കളുടെ ഇടയിൽ, അത് സ്കൂൾ തലം മുതൽ നമുക്കറിയാം. നമ്മുടെ പല സ്കൂളുകളിലും ഈ പറയുന്ന സ്കൂളിൽ പരിശോധന നടത്തുമ്പോൾ ബാഗിൽ നിന്ന് പിടിക്കുന്നത് എന്താണ്, MDMA പിടിക്കുന്നു, കഞ്ചാവ് പിടിക്കുന്നു. അപ്പോൾ വളരെ മാരകമായിട്ടുള്ള ഡ്രഗ്സുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു. നമ്മുടെ ഡ്രഗ്സുകളുടെ കേസുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഈ പറയുന്ന യുവതയുമാണ് എന്ത് ചെയ്യുന്നത്, ഈ കേസുകളിലൊക്കെ പെട്ട് ജയിലുകളിലേക്ക് മാറ്റപ്പെടുന്നത്. അപ്പോൾ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു മാരക വിപത്തായി ഇന്ന് ലഹരി മാറിയിരിക്കുന്നു. ഇന്ന് ലഹരിയുടെ പേരിൽ എന്താണ്, വലിയ രീതിയിൽ, അതായത് അതിൽ ഈ പറയുന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ അന്താരാഷ്ട്ര ബന്ധമുള്ള ലഹരി മാഫിയകൾ വരെ ഇന്ന് കേരളത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു വിപണന കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട്, അവരുടെ ഒരു കമ്പോളമാക്കി മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ചെലവാകുന്ന ഒരു മാർക്കറ്റായി നമ്മുടെ കേരളത്തെ എന്ത് ചെയ്യുന്നു, കാണുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇതിനെതിരെ വളരെ ജാഗ്രതയോടുകൂടി എന്ത് ചെയ്യണം, നമ്മൾ നിലപാടെടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇവിടെ ഇതൊക്കെ വേരോടുകൂടി എങ്ങനെയാണ് നമ്മുടെ ഈ കൊച്ചു കുട്ടികളിലെ ഇടയിലേക്ക്, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നിയമം എന്താണ്, 18 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ബിവറേജസ് കോർപ്പറേഷനിൽ പോലും മദ്യം കൊടുക്കാത്ത ഒരു നാടാണ് നമ്മുടെ കേരളം നിയമത്തിൻ്റെ മുന്നിൽ. ആ നാട്ടിൽ എങ്ങനെ ഈ കുട്ടികളുടെ ഇടയിലേക്ക് ഈ ലഹരി എത്തുന്നു, എങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിൽ ലഹരി വ്യാപിക്കുന്നു, അല്ലെങ്കിൽ ലഹരിയുടെ ഈ പറയുന്ന വിൽപ്പനക്കാരായി നമ്മുടെ യുവാക്കളും നമ്മുടെ കുട്ടികളും എങ്ങനെ മാറുന്നു, ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സബ്ജക്റ്റാണ്. മറ്റൊരു വിഷയമാണ് കടബാധ്യത എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന ഈ ആഗോളീകരണമായ ഈ കാലഘട്ടത്തിൽ ഈ ഓൺലൈൻ ലോണുകൾ മുതൽ ഈ പറയുന്ന വെർച്വൽ ലോണുകൾ മുതൽ വലിയ വലിയ ബാങ്ക് ലോണുകൾ വരെയായിട്ട് വലിയ ബാധ്യതകൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കുടുംബത്തിന്റെ ബാധ്യത കുട്ടികളിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നു, അടിച്ചേൽപ്പിക്കപ്പെടുന്നു. അവരുടെ മാനസികാവസ്ഥ പലപ്പോഴും പല ബിസിനസ്സുകാരും അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള തകരുമ്പോൾ, അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ വലിയ ലോൺ എടുത്ത ശേഷം അവർക്ക് റീപേയ്മെന്റ് കപ്പാസിറ്റി ഇല്ലാതെ വരുമ്പോൾ അത് സമൂഹം എന്ത് ചെയ്യുന്നു, ഈ കുട്ടികളെ ഒറ്റപ്പെടുത്തുന്നു. അപ്പൊ നമുക്കറിയാം മറ്റൊരാൾ, അതായത് അയാളുടെ പിതാവോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാരോ അതല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ എടുത്ത ലോണിന്റെ പേരിൽ ഈ പറയുന്ന അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യപ്പെടുന്നു, അവരുടെ ബാധ്യതയും അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ എന്ത് ചെയ്യുന്നു, രണ്ടാംകിട പൗരന്മാരായി അവർക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. കാര്യം ഈ പറയുന്ന നമ്മുടെ പണ്ടൊക്കെ നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിലാണ് സമാധാനവും, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ എന്താണ് ഒത്തുചേരലുകളും, അല്ലെങ്കിൽ കുടുംബങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതും ഒക്കെ തന്നെ ചെയ്യുന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന സ്കൂളുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അധ്യാപകരും അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടുകാർക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവർ പരസ്പരം എന്ത് ചെയ്യുന്നു, അത് ഷെയർ ചെയ്ത് മറ്റൊരാൾക്ക്, പ്രതിസന്ധി ഉള്ള ഒരാൾക്ക് താങ്ങും തണലുമായി നമ്മുടെ സമൂഹവും അല്ലെങ്കിൽ കൂട്ടുകാരും മാറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ കേട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളെ ഈ പറയുന്ന എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ വ്യക്തിപരമായി തന്നെ മാത്രം സൂക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത് സമൂഹത്തിൽ എവിടെയും ചർച്ച ചെയ്യാനില്ലാതെ സമൂഹം എന്ത് ചെയ്യുന്നു, നമ്മളെ ഈ പറയുന്ന മാനസിക വൈകല്യത്തിലേക്കും അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള സ്റ്റേജുകളിലേക്കും എത്തി അവരൊരു മനോരോഗിയായി മാറിക്കൊണ്ട് സമൂഹത്തിനു നേരെ യുദ്ധം ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുത്തിരിക്കുന്നു. അതിനെതിരെ ഒരു മാനസിക ആരോഗ്യം ഓരോരുത്തർക്കും പ്രധാനപ്പെട്ടതാണ്. മാനസിക ആരോഗ്യം നമ്മുടെ സമൂഹത്തിന്, യുവതലമുറയ്ക്ക് നഷ്ടപ്പെട്ട സാഹചര്യമാണുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇത്തരം പ്രശ്നങ്ങളും ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ കേരളത്തിൽ ഒരു ആഭ്യന്തര വകുപ്പുണ്ടോ, ആഭ്യന്തര മന്ത്രിയുണ്ടോ, മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഉണ്ടോ എന്നൊക്കെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഈ ലഹരിയുടെ ഒരു വ്യാപനം ഉണ്ടല്ലോ, ലഹരി വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ആഭ്യന്തര വകുപ്പിന്റെ ഇത്തരത്തിലുള്ള ഒരു നിരുത്തരവാദപരമായ പെരുമാറ്റത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ആഭ്യന്തര വകുപ്പിന് നമുക്കറിയാം, ഇപ്പോൾ ഒരു കുറ്റകൃത്യം നടത്തിയപ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള നിങ്ങൾ എന്താണ് വിമർശനം നടത്തുന്നതെന്ന് പല കോണുകളിൽ നിന്ന് ഉയരി വരാറുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കുറ്റകൃത്യം ചെയ്തതിൽ എന്ത് ചെയ്യാം, ആഭ്യന്തര വകുപ്പ് എന്ത് കുറ്റം ചെയ്തു എന്ന് ചോദിക്കാം. പക്ഷെ വളരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്,
നമ്മുടെ നാട്ടില് ജീവനും സ്വത്തിനും ആരാണ് സംരക്ഷണം നൽകേണ്ടത്? ഈ നാട്ടിലെ ഓരോ പൗരന്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം തരാനുള്ള ബാധ്യത സ്റ്റേറ്റിനാണ്. ഈ ഒരു അക്രമി അല്ലെങ്കിൽ ഈ ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഈ മനോരോഗി ഒരു 5-10 മണിക്കൂറുകളായിട്ട് 3 പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ട് അഴിഞ്ഞാടി 5 കൊലപാതകങ്ങൾ നടത്തിയ ശേഷം ഇത് പുറത്തറിയാത്ത രീതിയിൽ അദ്ദേഹത്തിന് നേരിട്ട് അയാൾ ഓട്ടോ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ ക്രമസമാധാന നില എവിടെ എത്തി എന്ന ചോദ്യം വളരെ വ്യക്തമാണ്. ഈ നാട്ടിലെ ജീവനും സ്വത്തിനും ആരാണ് സംരക്ഷണം നൽകുന്നത്? ഇതിനു മുമ്പായിരുന്നു നമുക്കറിയാം ഈ പറയുന്ന പാലക്കാട് ജില്ലയിൽ ചെന്താമര എന്ന് പറയുന്ന ക്രിമിനൽ ജാമ്യത്തിൽ ഇറങ്ങി 2 പേരെ കൊലപ്പെടുത്തി. തൃശ്ശൂരിലാണ് 4 പേരെ, ഒരു കുടുംബത്തിലെ 4 പേരെ വേറൊരാൾ കൊലപ്പെടുത്തുന്നു. അപ്പൊ നമ്മുടെ കൊലപാതകങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിത്യേന എന്ന നിലയിൽ മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ദൈനംദിന കൃത്യമായി എന്ത് ചെയ്യുന്നു മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? ഒരു സംഭവം ഉണ്ടായതിന് ശേഷമല്ല എന്ത് ചെയ്യേണ്ടത് പോലീസോ അല്ലെങ്കിൽ സ്റ്റേറ്റോ പ്രതികരിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം? ഇത്തരക്കാരെ, ഈ പറയുന്ന മനോരോഗികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ലഹരിക്ക് അടിമയായിട്ടുള്ള ആളുകളെ കണ്ടെത്താനുള്ള സംവിധാനം നമ്മൾ പോലീസ് സംവിധാനം ഏർപ്പെടുത്തണം. കാരണം ഇത്തരക്കാർ, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഇവിടെ കൊച്ചിയിൽ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നു? ഒരു പോലീസ് ജീപ്പിന് മുമ്പിൽ എന്ത് ചെയ്യുന്നു? ലഹരി ഇന്ന് പരസ്യമായി ഉപയോഗിക്കുന്നു, പോലീസുകാരെ വെല്ലുവിളിക്കുന്നു, അശോക സ്തംഭം പേറിയ പോലീസുകാരന്റെ മുമ്പിൽ വെച്ച് പോലീസ് ജീപ്പ് അടിച്ചു തകർക്കുന്നു. വനിതാ പോലീസ് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. ആരാണ് മാറ്റേണ്ടത്? നിയമങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ നിയമങ്ങളാണ് തടസ്സമെങ്കിൽ ആ നിയമങ്ങൾ മാറ്റണം. കാരണം ഈ പെൺകുട്ടി, അപകടകരമായി നിൽക്കുന്ന ഈ പെൺകുട്ടി ആ സൊസൈറ്റിയിൽ ആരെയെങ്കിലും ആക്രമിച്ചാൽ അല്ലെങ്കിൽ കൊലപാതകം ചെയ്താൽ ആരതിന്റെ ഉത്തരവാദിത്വം പറയണം? അപ്പോൾ പോലീസിന് മുമ്പിൽ ലഹരി ഉപയോഗപ്പെടുന്ന, അപ്പോൾ എന്താണ്, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണം? അയാൾക്ക് ജാമ്യം കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആള് എന്തെങ്കിലും തരത്തിൽ ഒരാളെ ഒരു ക്രൈം നിർവഹിച്ചാൽ അല്ലെങ്കിൽ ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ആരതിന്റെ സമാധാനം പറയണം? അപ്പോൾ ലഹരി മാഫിയക്കെതിരെ ഏതെങ്കിലും എന്താണ് പേരിന് വേണ്ടി 5 ഗ്രാം അല്ലെങ്കിൽ 10 ഗ്രാം 20 ഗ്രാം MDMA അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നോ പിടിച്ചാൽ ഈ കേരളത്തിലെ പോലീസിന്റെ ബാധ്യത തീരുന്ന ബാധ്യതയല്ല കേരളത്തിന്റെ ലഹരി ഉപഭോഗം എന്ന് പറയുന്നത്. നമ്മളെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ ഇന്ന് ലഹരി എന്താണ്? ഇഷ്ടവിഭോഗം പോലെ എന്താണ്? ചോറിനൊപ്പം നേരത്തെ കറി വിളമ്പുന്ന പോലെ അല്ലെങ്കിൽ പായസം വിളമ്പുന്ന പോലെയാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്? ലഹരി വിളമ്പുകയാണ്. ലഹരി പാർട്ടികൾ നടക്കുന്നു. നമ്മുടെ യുവാക്കൾ ലഹരിയുടെ പുറകിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നു? അടിമകളായി മാറുന്നു. ഈ ലഹരി ഉപയോഗപ്പെടുത്തിയ ശേഷം എന്ത് ചെയ്യുന്നു? അവർ മനോരോഗികളായി, മനോവൈകൃതത്തിന് ഉടമകളായി നിന്നുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി മൃഗങ്ങളെ പോലെ എന്ത് ചെയ്യുന്നു? മനുഷ്യരെ കടിച്ചു കീറുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ക്രൂരമായി കൊലപ്പെടുത്തുന്നു. അപ്പൊ ഇതിനൊക്കെ ബാധ്യത നമ്മുടെ എന്താണ്? ഗവൺമെന്റിന് തന്നെയാണ്. കാരണം ജീവനും സ്വത്തിനും കൊടുക്കേണ്ട സംരക്ഷണം ആരുടെ ബാധ്യതയാണ്? ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. ഗവൺമെന്റ് പക്ഷെ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്നൊക്കെ തന്നെ ഒരു കുറ്റകൃത്യം ഉണ്ടായ ശേഷം എന്ത് ചെയ്യുന്നു? അയാളെ അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അയാൾക്കെതിരെ തെരച്ചിൽ നടത്തുന്നു. പക്ഷെ കുറ്റകൃത്യം ഉണ്ടാവാതെ നോക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? ഗവൺമെന്റിനുണ്ട്. അപ്പൊ ഇവിടെ തന്നെ എന്താണ് ഈ പറയുന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എന്താണ്? വീട്ടിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്നുള്ള അമ്മയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തൊട്ട് മുമ്പാണ് എന്ത് ചെയ്യുന്നു? തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എന്ത് ചെയ്യുന്നു? അച്ഛനെ കൊലപ്പെടുത്തുന്നു. അയാൾ 7 വർഷമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാണ്? ഇത്തരത്തിലുള്ള മന്ത്രവാദം പോലെയുള്ള കൃത്യങ്ങൾ ചെയ്യുന്ന ഒരു പരിശീലനം നടത്തുകയായിരുന്നു. പാലക്കാട് ജില്ലയിലെ ചെന്താമരയുടെ കേസെടുക്കുമ്പോൾ എന്താണ്? ചെന്താമര ജാമ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരം കുറ്റകൃത്യം എന്ത് ചെയ്യുന്നത്. ഈ പറയുന്ന തൃശ്ശൂരിലെ കൊലപാതകം പരിശോധിക്കുമ്പോൾ അയാളും എന്താണ്? ഒരു നേരത്തെ തന്നെ കണ്ടെത്തിയ ഒരു മനോരോഗിയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള മനോരോഗികളെ കണ്ടെത്തി എന്ത് ചെയ്യുന്നില്ല? ഡിറ്റൻഷൻ സെന്ററുകളിലേക്ക് മാറ്റി, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നു? തടവുകളിലേക്ക് മാറ്റി. എവിടെ പോയി നമ്മുടെ നിയമങ്ങൾ? കാപ്പ നിയമം അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരക്കാരെയൊക്കെ പിടിച്ച് ചങ്ങലക്കിടാൻ എന്തുകൊണ്ട് നമ്മുടെ നിയമങ്ങൾക്ക് സാധിക്കുന്നില്ല? കാരണം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നിയമങ്ങളിലൊക്കെ തന്നെ എന്താണ്? ഒരാൾ അക്രമകാരിയാകുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ അയാളെ എന്ത് ചെയ്യാം? കരുതൽ തടങ്കലിൽ വെക്കുന്നതിന് ആർക്കും തടസ്സമില്ല. അപ്പോൾ ഇത്തരക്കാരെ കണ്ടെത്താൻ നമ്മുടെ പോലീസ് സംവിധാനം പരാജയപ്പെടുന്നുണ്ട്. ആ പരാജയത്തിൽ നിന്നും ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിനോ അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിക്കോ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. ആരാണ് ഇവിടെ സംരക്ഷണം കൊടുക്കേണ്ടതല്ലാതെ? അവർ പറയട്ടെ. കൊലപാതകങ്ങളും അക്രമങ്ങളും തുടർക്കഥയാവുമ്പോൾ ആഭ്യന്തര വകുപ്പ് ഇനി എന്താണ് ചെയ്യുകയെന്ന് കാത്തിരുന്ന് കാണാം.